കഴിഞ്ഞ മെയ് 26 സൈറ നടത്തിയ സെക്കൻഡ് മെഗാ പ്രീനെറ്റ് എക്സാമിന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ ആൻസർ കീ റിവീലിംഗ് സെഷൻ ആണിത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള OMR ആൻസർ ഷീറ്റ് വെച്ച് നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ സ്കോർ മനസ്സിലാക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. First question, which of the following things are done by Pandita Ramabai? Indian പൊളിറ്റിക്കൽ തിങ്കർ ആയ, സാൻസ്ക്രിറ്റ് സ്കോളർ ആയ, ഫെമിനിസ്റ്റ് ആയ പണ്ഡിത രമാബായിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ പണ്ഡിത രമാബായിയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷനിൽ എന്തൊക്കെ അഡിഷൻസ് ആണ് കൊണ്ടുവരേണ്ടത്, സിലബസിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ്, ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത് എന്ന് അതിനുവേണ്ടി രമാബായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ എന്നുള്ളത് രമാബായിയുടെ ഒരു വർക്കാണ്. 1887 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ രമാബായി അസോസിയേഷൻ എന്നുള്ളത് രമാബായി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്, എസ്പെഷ്യലി ഫോർ വിഡോസ് ആൻഡ് ചൈൽഡ് വിഡോസ്. അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി, അവർക്കൊരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് ജോബ് ട്രെയിനിങ്സ്, സ്കിൽ ട്രെയിനിങ്സ് ഒക്കെ നൽകുന്നതിന് വേണ്ടി, സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് രമാബായി എസ്റ്റാബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷൻ ആണ് രമാബായി അസോസിയേഷൻ. Therefore, 3 statements are correct. All the 3 statements are correct and D is the correct answer. Next question. Which of the following is not a characteristic of general will? റൂസോയുടെ കോൺട്രിബ്യൂഷൻ ആയ ജനറൽ വില്ലിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ജനറൽ വില്ലിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഇസ് സെൽഫ് കോൺട്രഡിക്ടറി. ജനറൽ വിൽ ഇസ് നോട്ട് സെൽഫ് കോൺട്രഡിക്ടറി. ഇത് സെൽഫ് കോൺട്രഡിക്ടറി അല്ല. അവിടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നില്ല. ജനറൽ വിൽ എന്നുള്ളത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സർട്ടൻ ഗ്രൂപ്പിന്റെയോ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് മാത്രം ബെനിഫിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള, അവർക്ക് മാത്രം സ്വീകാര്യമായിട്ടുള്ള ഒന്നല്ല ജനറൽ വിൽ. അതൊരു കളക്റ്റീവ് ബില്ലാണ്. എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ഒരുപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ജനറൽ വിൽ. ആ ഒരു സെൻസിലാണ് ജനറൽ വിൽ ഇസ് നോട്ട് സെൽഫ് കോൺട്രഡിക്ടറി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഇറ്റ് ഇസ് സെൽഫ് കോൺട്രഡിക്ടറി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് therefore ഇറ്റ് ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് അരിമിത്ര സ്റ്റാൻഡ്സ് ഇൻ മണ്ഡൽ തിയറി? കൗട്ടില്യയുടെ മണ്ഡല തിയറിയിൽ ഇന്റർ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ അരിമിത്ര എന്ന ടേമിന്റെ മീനിങ്, അല്ലെങ്കിൽ അരിമിത്ര വിജിഗിഷുവിന്റെ ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ എനിമി ആണോ എന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. only for neighbor of Mitra and its enemy, therefore friend of അരിമിത്ര എന്നുള്ളത് എനിമിയുടെ ഫ്രണ്ട് ആണ്, therefore വിജിഗിഷുവിന്റെ എനിമി ആണ്. സോ അരിമിത്ര എന്നുള്ളത് ഒരു എനിമി സ്റ്റേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. പൊളിറ്റിക്കൽ തിങ്കേഴ്സും അവരുടെ ഐഡിയോളജീസുമാണ് കറക്റ്റായി മാച്ച് ചെയ്യേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കാൾ കൗട്സ്കി ഒരു മാർക്സിസ്റ്റ് ആണ്. അദ്ദേഹം ഇൻഡിപെൻഡന്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ജർമ്മനിയുടെ ഫൗണ്ടർ ആയിരുന്നു. അദ്ദേഹം ഒരു ചെക്ക് റിപ്പബ്ലിക് ആൻഡ് ഓസ്ട്രിയൻ മാർക്സിസ്റ്റ് തിയറിസ്റ്റ് ആണ്. റോബർട്ട് ഓവൻ ഇസ് എ സോഷ്യലിസ്റ്റ്. ജോൺ ലോക്ക് ഇസ് എ ലിബറലിസ്റ്റ്. ആൻഡ് ക്ലിന്റൺ റോച്ചസ്റ്റർ ഒരു കൺസർവേറ്റീവ് തിങ്കർ ആണ്. വൺ ഓഫ് ദ ലീഡിംഗ് കൺസർവേറ്റീവ് തിങ്കേഴ്സിൽ ഒരാളാണ് ക്ലിന്റൺ റോച്ചസ്റ്റർ. Who among the following is considered as the father of modern Tamil Nadu? ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പി.വി. രാമസ്വാമിയാണ് ഫാദർ ഓഫ് മോഡേൺ തമിഴ്നാട് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെ പോപ്പുലർലി വിളിക്കുന്നത് പെരിയാർ എന്നാണ്. ഹി ഹാഡ് സിഗ്നിഫിക്കന്റ് വർക്ക് ഫോർ ദി അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ട്രവീഡിയൻ പീപ്പിൾ. അതുപോലെ തന്നെ അദ്ദേഹം ദ്രാവിഡ കഴകത്തിന്റെ ഫൗണ്ടർ ആണ്. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ ആണ്. ഹി വാസ് എ ക്രിട്ടിക് ഓഫ് ബ്രാഹ്മണിസം. So he is known as the father of modern Tamil Nadu. Gujarat doctrine in India's foreign policy was introduced by former Prime Minister I.K. Gujral to deal with immediate neighbors. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന I.K. Gujral ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോറിൻ പോളിസി ഡോക്ട്രിൻ ആണ് ഗുജറാൾ ഡോക്ട്രിൻ. പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് പോലെ 5 പ്രിൻസിപ്പിൾസ് ആണ് ഇതിലും വരുന്നത്. ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആയിട്ടുള്ള
രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗുജറാൾ ഡോക്ട്രിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എസ്പെഷ്യലി പാകിസ്ഥാൻ. WTO ഫോം ചെയ്ത ഉറുഗ്വായ് റൗണ്ട് കോൺഫറൻസിലാണ് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറും ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ഗ്ലോബൽ അഗ്രികൾച്ചർ ട്രേഡിനെ, അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യുക, സബ്സിഡീസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു എഗ്രിമെന്റിന്റെ ലക്ഷ്യം. Next question. The institution of ombudsman was first introduced in Sweden. ആദ്യമായിട്ട് ഓംബുഡ്സ്മാൻ എന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്വീഡനിലാണ്. 1809 സ്വീഡൻ പാർലമെന്റ് ആയ റിക്സ്ഡാഗിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്വീഡിഷ് ടേം ആയ ഓംബുഡ്സ്മാനിന്റെ മീനിങ് റിപ്രസെന്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India became the member of Shanghai Cooperation Organization in the year 2017. ഇന്ത്യയും പാകിസ്ഥാനും 9th June 2017 ഷാൻഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നത്. In which year the UN General Assembly adopted the Convention on the Rights of Persons with Disabilities? 2006 ആണ് correct answer. The Convention on Rights of Persons with Disabilities എന്നുള്ളത് UN General Assembly അഡോപ്റ്റ് ചെയ്ത ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റി ആണ്. ഡിസബിലിറ്റീസ് ഉള്ള മനുഷ്യരുടെ അവരുടെ റൈറ്റ്സിനെയും ഡിഗ്നിറ്റിയെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൺവെൻഷന്റെ ലക്ഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The election of panchayats in India are conducted by State Election Commission of India. State Election Commission is constituted in every state after the 73rd and 74th Amendment Act, to responsible for conducting election for panchayats and urban local bodies. The State Election Commission the responsibility ആണ് പഞ്ചായത്ത് ഇലക്ഷൻസും അതുപോലെ തന്നെ urban local body electionsഉം കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അടുത്ത ചോദ്യം. John Locke in his book Two Treatises of Government revealed about the concept of natural rights. നാച്ചുറൽ റൈറ്റ്സിനെ കുറിച്ചാണ് ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെന്റ് എന്ന വർക്കിൽ ജോൺ ലോക്ക് പറയുന്നത്. 1690 ജോൺ ലോക്ക് എഴുതുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇനേലിയനബിൾ ആണ്, അത് പ്രിസർവ് ചെയ്യേണ്ടതാണ്. 3 നാച്ചുറൽ റൈറ്റ്സ് ആണ് ഒരു മനുഷ്യനുള്ളത്. ബൈ ബർത്ത് ഒരാൾക്ക് കിട്ടുന്നത് ഫ്രം നേച്ചർ ലഭിക്കുന്നതിനെയാണ് നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി ആണ് ഒരു മനുഷ്യന്റെ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രിസർവ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഓർ ദി കോമൺവെൽത്ത് എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. If a new state of the Indian Union is to be created, which one of the following schedules of the Constitution must be amended? ഇന്ത്യൻ യൂണിയനിലേക്ക് ഒരു പുതിയ സ്റ്റേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഏത് സ്കെഡ്യൂൾ ആണ് അമെൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ്സിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നത് സ്കെഡ്യൂൾ 1 ഫസ്റ്റ് സ്കെഡ്യൂൾ ആണ് ഇവിടെ അമെൻഡ് ചെയ്യപ്പെടേണ്ടത്. സോ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് ആൻ ഓൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിന്റെ നെയിം ചേഞ്ച് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ ബൗണ്ടറീസിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തുന്നുണ്ടെങ്കിലോ സ്കെഡ്യൂൾ 1 ആണ് അമെൻഡ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following are associated with early socialism, sometimes termed as utopian socialist? Early socialistകളെയാണ് utopian socialistകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു ഇമാജിനറി ആയിട്ടുള്ളൊരു സ്റ്റേറ്റിനെ ആയിരിക്കും, ഒരു ഐഡിയൽ സ്റ്റേറ്റിനെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻസിലുള്ള എല്ലാ തിങ്കേഴ്സും ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകളാണ്.
Robert Owen, Saint Simon, Charles Ferdinand Proudhon. The early 19th century followers of the utopian theories and socialism were Robert Owen, Saint Simon, Charles Ferdinand, also Proudhon. Another question. Who is the author of the book The Philosophy of J.S. Mill? Philosophy of J.S. Mill എന്ന ബുക്കിന്റെ ഓഥർ R.P. Amschutz ആണ്. റിച്ചാർഡ് പോൾ ആംഷറ്റ്സ് 1953 അത് പബ്ലിഷ് ചെയ്യുന്നത്. ജെ.എസ്. മില്ലിന്റെ ഫിലോസഫീസിൽ ആംഷറ്റ്സ് നടത്തുന്ന ഒരു എൻക്വയറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ഒരു ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. Once God is Latin, there is an end to the sovereignty of man എന്ന സ്റ്റേറ്റ്മെന്റ് ആരുടേതാണെന്നാണ്. കറക്റ്റ് ആൻസർ M.N. റോയ് ആണ്. By this, he means to state that mixing of religion leads to undermining of human rights. അതായത് ഹ്യൂമൻ റൈറ്റ്സിൽ റിലിജിയൻ മിക്സ് ചെയ്യുമ്പോൾ റിലീജിയസ് ഇൻഫ്ലുവൻസ് കൂടുതലാകുമ്പോൾ അത് നമ്മുടെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ എഫക്ട് ചെയ്യുന്നതാണ് M.N. റോയ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Who wrote the book Multicultural Citizenship, a Liberal Theory of Minority Rights? മൾട്ടി കൾച്ചറൽ തിങ്കറായ വിൽക്കിൻ ഇംപ്ലിക്കേറ്റഡ് ആണ് മൾട്ടികൾച്ചറൽ സിറ്റിസൺഷിപ്പ്, ലിബറൽ തിയറി ഓഫ് മൈനോറിറ്റി റൈറ്റ്സ് എന്ന വർക്ക്. ഇത് 1995 പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ബോത്ത് തിയറി ആൻഡ് ഓൺ എ കണ്ടംപററി പ്രോബ്ലം ദാറ്റ് ഓഫ് മൾട്ടികൾച്ചറലിസം ആൻഡ് ഗ്രൂപ്പ് റൈറ്റ്സ്. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു പ്രൊവൈഡ് എ മോഡൽ ആൻഡ് പോളിസി ഗൈഡ് ലൈൻസ്. ഒരു മൾട്ടികൾച്ചറൽ അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിഫൈഡ് സൊസൈറ്റിയിൽ മൈനോറിറ്റീസ് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഈ ഒരു ബുക്കിൽ വിൽക്കിൻബെക്ക് അഡ്രസ് ചെയ്യുന്നു. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ പറയുന്നത് ഇൻ മാക്കിവെലിയൻ തോട്ട് എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്, which is a correct statement. The key objective of the prince was to bring unity and integrity of the state. It is also a correct statement. ഇനി നമുക്ക് അറിയേണ്ടത് whether it is the whether the reason is the correct, justifies or explains the assertion statement. അതും കറക്റ്റ് ആണ്. സോ ബോത്ത് എ ആൻഡ് ആർ ഓഫ് ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. പ്രിൻസിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. Hence, achieving this end justifies all the wrong measures taken by the prince. The prince ചെയ്യുന്ന മറ്റെല്ലാ ഈവിൾസിനെയും അത് ജസ്റ്റിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഏത് മാർഗവും പ്രിൻസിന് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ആ സെൻസിലാണ് എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം. The theory of revolution was provided by which of the following philosopher? അരിസ്റ്റോട്ടലിന്റേതാണ് തിയറി ഓഫ് റെവല്യൂഷൻ. അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായത്തിൽ റെവല്യൂഷൻ എന്നുള്ളത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു സഡൻ ചേഞ്ച് ആണ്. അദ്ദേഹം പല റെവല്യൂഷൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. റെവല്യൂഷൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് റെവല്യൂഷനും അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ therefore Aristotle is the correct answer. Who said that labor power equals the brain, muscle and nerve of the laborer? ഇത് മാർക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. മാർക്സ് പറയുന്നത് ലേബർ പവർ എന്നുള്ളത് ജസ്റ്റ് മസിൽ പവർ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി മാത്രമല്ല, അതിൽ മറ്റെന്തൊക്കെ വരുന്നുണ്ട്? ബ്രെയിൻ, അതായത് ഒരു വ്യക്തിയുടെ ഇന്റലക്ട്, അവരുടെ നോളജ്, സ്കിൽസ് വരുന്നുണ്ട്, അവരുടെ എബിലിറ്റീസ് വരുന്നുണ്ട്. ദെൻ മസിൽ എന്ന് പറയുമ്പോൾ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് വരുന്നുണ്ട്. നെർവ് എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്ട്സും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ലേബർ പവർ ഈക്വൽസ് ബ്രെയിൻ, മസിൽ ആൻഡ് നെർവ് ഓഫ് ദി ലേബർ. You can also read the explanation. അടുത്ത ക്വസ്റ്റ്യൻ.
As part of a regional initiative, India initiated the 2004 Tokyo Agreement, named the organization which emerged as a result. 2004 Tokyo Agreement ഇന്ത്യയുടെ ഇനീഷ്യേഷനിൽ ഫോം ചെയ്ത ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. റീക്യാപ്പ് ആണ് കറക്റ്റ് ആൻസർ. The Regional Cooperation Agreement on Combating Piracy and Armed Robbery Against Ships in Asia. ഏഷ്യൻ റീജിയനിലുള്ള കപ്പലുകളെ പൈറസിയിൽ നിന്ന്, റോബറിയിൽ നിന്ന്, കടൽ കൊള്ളയിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, അതിനുവേണ്ടി കൂപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം. ഇത് 2006 ഒഫീഷ്യലി ഫോഴ്സിൽ വരുന്നത്, നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Huntington criticized the modernization theory for not taking into account. Correct answer option A ആണ്. Presence of several competing value system or cultures in traditional society. സാമുവൽ ഹണ്ടിങ്ടൺ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഓർഡർ ആൻഡ് ചേഞ്ചിങ് സൊസൈറ്റീസ് എന്ന വർക്കിൽ മോഡേണൈസേഷൻ തിയറീസിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. Presence of several competing value system or cultures in traditional societies. അതായത് മോഡേണൈസേഷൻ തിയറീസ് ട്രഡിഷൻസിനെയും അതുപോലെ കൾച്ചറിനെയും ഒന്നും വാല്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ് എന്നുള്ളൊരു ഒപ്പീനിയനാണ് ഹണ്ടിങ്ടണിന് ഉണ്ടായത്. അതുകൊണ്ടാണ് ഹണ്ടിങ്ടൺ മോഡേണൈസേഷൻ തിയറീസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Who questioned the view that Locke was a defender of the Glorious Revolution? ജോൺ ലോക്ക് ഗ്ലോറിയസ് റെവല്യൂഷനെ ഡിഫെൻഡ് ചെയ്തിരുന്ന വ്യക്തിയാണ്, അതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. അതൊരു ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന നിലയിൽ അതിനെ ഡിഫെൻഡ് ചെയ്തിരുന്നു ജോൺ ലോക്ക്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിനെ ക്വസ്റ്റ്യൻ ചെയ്തത് ആഷ്ക്രാഫ്റ്റ് ആണ്. റിച്ചാർഡ് ആഷ്ക്രാഫ്റ്റ് ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ തിയറിസ്റ്റ് പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹം ജോൺ ലോക്കിന്റെ ടു ട്രീറ്റൈസ് ഓൺ ഗവൺമെന്റ് എന്ന ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു വ്യൂ പോയിന്റ് മുന്നോട്ട് വെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is not correct about the Right to Information Act? Which of the following statement is not correct about the Right to Information Act? Correct answer option C. The Official Secrets Act 1923 has also been repealed. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ചില സീക്രട്സ്, ചില ഇൻഫർമേഷൻസ്, ചില ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പ്രിവ്യൂവിൽ വരുന്നതാണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനെ റിപ്പീൽ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഇസ് ദി കറക്റ്റ് ആൻസർ ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ. Who among the following is being called Confucius? Confucius എന്നറിയപ്പെടുന്നത് കൺഫ്യൂഷ്യസിനെ ആണ്. അദ്ദേഹം ഒരു ചൈനീസ് ഫിലോസഫർ ആണ്. ദ അനലക്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്. To avoid revolution, Aristotle propounded some method, arrange them in sequence. അരിസ്റ്റോട്ടലിന്റെ തിയറി ഓഫ് റെവല്യൂഷനിൽ എങ്ങനെ ഒരു റെവല്യൂഷൻ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് കറക്റ്റായ സ്വീക്വൻസിൽ ഓർഡറിലാക്കാനാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് റിമൂവ് കോസസ് ഓഫ് റെവല്യൂഷൻ. റെവല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഒഴിവാക്കുക. ദെൻ എഡ്യൂക്കേറ്റ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവെയർ ആക്കുക. പ്രോപ്പർട്ടി ഷുഡ് ബി യൂസ്ഡ് കോമൺലി, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാവാതെ പ്രോപ്പർട്ടീസ് കളക്റ്റീവ് ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ കഴിയുക. അതാണ് 3 മെത്തേഡ്സ്. What distinguish modern liberalism from the classical one? മോഡേൺ ലിബറലിസത്തെ ക്ലാസിക്കൽ ലിബറലിസത്തിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇഗാലിറ്റേറിയനിസം ആണ്. ഇക്വാളിറ്റി എന്ന കോൺസെപ്റ്റ് ആണ് മോഡേൺ ലിബറലിസത്തെ ക്ലാസിക്കൽ ലിബറലിസത്തിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ് co-authored. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ജർമ്മൻ ഐഡിയോളജി ആണ്. ജർമ്മൻ ഐഡിയോളജി എന്ന ബുക്ക് മാർക്സും എംഗൽസും ഒരുമിച്ച് എഴുതിയിട്ടുള്ളതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, who among the following theorists advocated participatory democracy? പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസീനെ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ അതിന്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻസിൽ CB മക്ഫേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ പൊസസീവ് ഇൻഡിവിജ്വലിസം എന്ന വർക്കിലാണ് അദ്ദേഹം പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയെ ഫേവർ ചെയ്യുന്നത്. അടുത്തതൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. പൊളിറ്റിക്കൽ പ്രോസസ്സിൽ നിന്ന് യൂണിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. Assertion, regionalism in Indian politics reflects the cultural diversity of the country. The political leaders lit up the ethnic identities. ഇന്ത്യയിൽ ഇത്രയധികം കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ റീജിയണലിസം ഉണ്ടാകുന്നത്, പ്രാദേശികവാദം ഉണ്ടാകുന്നത്. ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ലിറ്റ് അപ്പ് ദി എത്നിക് ഐഡന്റിറ്റീസ്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ് ഈ ഡൈവേഴ്സ് എത്നിക് ഐഡന്റിറ്റീസിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്, അതിനെ ലിറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൂടുതൽ ട്രിഗർ ചെയ്യുന്നത്. സോ therefore രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ബട്ട് ആർ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഓപ്ഷൻ ബി കറക്റ്റ് ആകുന്നത്. Who among the following advocates partyless democracy in India? ജയപ്രകാശ് നാരായൺ ആണ് പാർട്ടിലെസ് ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഡെമോക്രസിയെ കൂടുതൽ കറക്റ്റഡ് ആക്കുന്നതും മിസ്ഗൈഡഡ് ആക്കുന്നതും എന്നാണ് ജയപ്രകാശ് നാരായൺ പറയുന്നത്. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ ഫോറിൻ പോളിസി എന്നുള്ളതാണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയി വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പൊ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയും അതിന്റെ ആർക്കിടെക്ചറും അതാണ് മാച്ച് ചെയ്യാൻ വന്നിട്ടുള്ളത്. ദെൻ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ആൻഡ് റഷ്യയുടെ ലീഡറാണ് പുടിൻ, വ്ളാഡിമിർ പുടിൻ. പഞ്ചശീൽ ഇന്ത്യ സൈൻ ചെയ്യുന്നത് ചൈനയുമായിട്ടാണ്. ഇന്റർനാഷണൽ ആർമിയുടെ ലീഡർ ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഇന്റർനാഷണൽ ആർമിയുടെ ഫൗണ്ടറും സുഭാഷ് ചന്ദ്രബോസ് ആണ്. So therefore option C is the correct answer. Arrange these nations as per the joining of UNO. Correct answer option B. UNOയിൽ ജോയിൻ ചെയ്തതിന്റെ ഇയറിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങളെ അറേഞ്ച് ചെയ്യേണ്ടത്. ആദ്യം ജോയിൻ ചെയ്തത് ഇന്ത്യയാണ്, then അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ഫോളോഡ് ബൈ ജപ്പാൻ. അടുത്ത ക്വസ്റ്റ്യൻ, which in the subject of the 91st Constitutional Amendment Act 2004. Question ഒരു ടൈപ്പിംഗ് എറർ ഉണ്ട്. Which article is included in the subject of 91st Constitutional Amendment Act 2004 എന്നാണ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 75 ക്ലോസ് 1A ആണ് 91st Constitutional Amendment Actലൂടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആർട്ടിക്കിളിന്റെ പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. It is related to limiting the size of Council of Ministers, which states that the total number of ministers should not exceed 15% of total number of House of People. അതായത് ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് 15% കൂടുതൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സ്ട്രെങ്ത് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ 15% കൂടാൻ പാടില്ല, ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. So option B is the correct answer, limiting the size of Council of Ministers. അടുത്ത ചോദ്യം ഒരു assertion reason question ആണ്. Assertion says the moderates believe the constitutional method and tried to arouse public opinion in favor of their demands. Moderates
അതായത് കോൺഗ്രസിലെ മോഡറേറ്റ്സ് നാഷണൽ മൂവ്മെന്റിന്റെ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് മാത്രമാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. And reason says that they were convinced that the time was not yet right for overthrowing British rule. ബ്രിട്ടീഷ് റൂളിനെ ഓവർത്രോ ചെയ്യാൻ ശരിയായ സമയം അതല്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നാണ് റീസൺ പറയുന്നത്. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. മോഡറേറ്റ്സിന്റെ നേച്ചർ ആണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും പറയുന്നത്. ഓൾസോ ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എക്സ്പ്ലനേഷൻസും കൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. Next question. Which one of the following countries has separate constitution for each state? ഓരോ സ്റ്റേറ്റ്സിനും, അതായത് US തന്നെയുള്ള 50 സ്റ്റേറ്റ്സിന് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്. പക്ഷെ അവിടെ അൾട്ടിമേറ്റ് ലോ ഓഫ് ലാൻഡ് അല്ലെങ്കിൽ സുപ്രീം ലോ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് US കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണെങ്കിലും ഓരോ സ്റ്റേറ്റ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻസ് അവിടുത്തെ ഇന്റേണൽ അഫയേഴ്സിനെ ഡീൽ ചെയ്യുന്നതാണ്. അവിടെയുള്ള ലോക്കൽ മാറ്റേഴ്സും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഓരോ സ്റ്റേറ്റിന്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷനിലുള്ള കാനഡയിലും പാകിസ്ഥാനും ഓസ്ട്രേലിയയിലും ഒക്കെ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നിലനിൽക്കുന്നത്. Raoult's principle of distributive justice is based on the notion of difference principle. റൗൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസിൽ അദ്ദേഹം പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഡിഫറൻസ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. ഡിഫറൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ പോളിസീസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വെൽഫെയർ മെഷേഴ്സ്, ബെനിഫിറ്റ്സ് ഇത് സൊസൈറ്റിയിലെ ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള മെമ്പേഴ്സിനെ ബെനിഫിറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഡിഫറൻസ് പ്രിൻസിപ്പിൾ. I hate democracy because I love freedom. This observation belongs to the school of political thought known as ഡെമോക്രസിയേക്കാൾ അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനേക്കാൾ ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്നത് കൊണ്ട് തന്നെ അനാർക്കിസം ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ബ്രൗണും ഗാന്ധിയും അനാർക്കിസ്റ്റുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. A thinking man is a depressed animal. This view of man was propounded by റൂസോ ആണ് കറക്റ്റ് ആൻസർ. റൂസോയുടെ അഭിപ്രായത്തിൽ മനുഷ്യന് തിങ്കിങ് എബിലിറ്റീസ് അല്ലെങ്കിൽ റീസണിങ് എബിലിറ്റീസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മാനുഷിക മൂല്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഇമോഷൻസ് ആയിട്ടുള്ള സിംപതി, കൈൻഡ്നെസ് ഒന്നും ഇല്ലാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. So Rousseau is the correct answer. An interstate council may be established by the president. Interstate council ne establish ചെയ്യുന്നത്, appoint ചെയ്യുന്നത് president ആണ്. Article 263 ഈ ഒരു provision mention ചെയ്യുന്നത്. യൂണിയൻ ഗവൺമെന്റും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ്സും, യൂണിയൻ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെയും കോമൺ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കുക, ദെൻ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുക, കൂടുതൽ കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ വരുത്തുക എന്നുള്ളതാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ഒരു പ്രൈമറി ഫംഗ്ഷൻ. The provision of providing identity cards to voters has been made in. The correct answer option B, the Representation of the People Act 1958 എന്നുള്ളതാണ്. 1958 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലൂടെയാണ് ഇന്ത്യയിലെ വോട്ടേഴ്സിന് ID കാർഡ് എന്നൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ വരുന്നത്. ഇവിടെ എ എന്നുള്ളത് ബൈ മിസ്റ്റേക്ക് ആൻസർ മാർക്ക് ചെയ്തതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Which one of the following items comes under the concurrent list of India's constitution? Concurrent ലിസ്റ്റിലുള്ളത് ഇതിൽ ഏത് സബ്ജക്റ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ.
യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും പവേഴ്സ് ഉള്ള സബ്ജക്ട്സിനെയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത് ട്രേഡ് യൂണിയൻസ് ആണ്. കൺകറന്റ് ലിസ്റ്റിലെ ഐറ്റം നമ്പർ 22 ആണ് ട്രേഡ് യൂണിയൻസ്. ഓപ്ഷനിലുള്ള മറ്റ് സബ്ജക്ട്സിനെ അത് ഏത് ലിസ്റ്റിലാണ് വരുന്നതെന്നും അതിന്റെ സബ്ജക്ട് നമ്പറുമാണ് എക്സ്പ്ലനേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. Interstate river comes under union list. Citizenship union ലിസ്റ്റിലാണ്, local government state ലിസ്റ്റിൽ. Who among the following said federalism seeks to reconcile unity with multiplicity, centralization with decentralization, and nationalism with localism? ഫെഡറലിസം മൾട്ടിപ്ലിസിറ്റിനെ, ഡീസെൻട്രലൈസേഷനെ, ലോക്കലിസത്തിനെയാണ് അപ്ഹോൾഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് പ്രൊഫസർ KC വയർ ആണ്. അദ്ദേഹമാണ് ഇന്ത്യൻ ഫെഡറലിസത്തിനെ ക്വാസി ഫെഡറൽ എന്ന് വിളിച്ചത്. Which one of the following is not included in the state list? Correct answer option B, criminal procedure code ആണ്. Criminal procedure code concurrent ലിസ്റ്റിലാണ്. concurrent ലിസ്റ്റിലെ സബ്ജക്ട് നമ്പർ 2 ആണ് criminal procedure code. അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ളതല്ല. ബാക്കിയുള്ള പോലീസ് അതുപോലെ പ്രിസൺസ്, ലോ ആൻഡ് ഓർഡർ ഒക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്ട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Supreme Court of India is different from its counterpart in the USA. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയെ US-ന്റെ സുപ്രീം കോർട്ടിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ അഡ്വൈസറി റോളാണ്. US സുപ്രീം കോർട്ടിന് ഒരു അഡ്വൈസറി റോൾ ഇല്ല. ഇന്ത്യൻ സുപ്രീം കോർട്ടിന് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഉണ്ട്. അഡ്വൈസറി ജുറിസ്ഡിക്ഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 143 ഏതെങ്കിലും ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയത്തിൽ ഈവൻ ഇന്ത്യൻ പ്രസിഡന്റ് ഓൾസോ ക്യാൻ സീക്ക് സുപ്രീം കോർട്ട്സ് അഡ്വൈസ്. Which one of the following pair is not correctly matched? ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഒട്ടോമൻ എംപയറിന്റെ പരാജയത്തോട് കൂടിയിട്ട് ഉണ്ടായ ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ആണ് ഖിലാഫത്ത് മൂവ്മെന്റ്. അതിന്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ അതൊരു ആന്റി ബ്രിട്ടീഷ് മൂവ്മെന്റ് അല്ലെങ്കിൽ ക്യാമ്പയിൻ ആയിട്ടായിരുന്നു അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ ലീഡ് ചെയ്തത് അലി ബ്രദേഴ്സ് ആയിരുന്നു, മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി ആൻഡ് നോട്ട് മുഹമ്മദ് അലി ജിന്ന. അതുകൊണ്ട് തന്നെ ജിന്ന ആണ് ഇവിടെ ഇൻകറക്റ്റ് പെയർ ആൻഡ് therefore the correct answer. The postmodern condition was written by Lyotard. Postmodern condition എന്ന വർക്ക് പോസ്റ്റ് മോഡേൺ തിങ്കർ ആയ ലിയോട്ടാർഡിൻ്റെതാണ്. 1979 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ് മോഡേണിസത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയ ഡെഫിനിഷൻ ഇൻക്ലൂഡിലിറ്റി ടുവേർഡ്സ് മെറ്റാ നറേറ്റീവ്സ് എന്നുള്ളത് ജീൻ ഫ്രാൻസിസ് ലിയോട്ടാർഡിന്റെ ഡെഫിനിഷൻ ആണ്. Who among the following is not a postmodernist എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ചാൾസ് ടൈലർ ആണ്. ഓപ്ഷനിലുള്ള ദരീദ, ഫോക്കോ ആൻഡ് നീഷോ ഇവർ 3 പേരും പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സ് ആണ്. ആൻഡ് ചാൾസ് ടൈലർ ഇസ് നോട്ട് എ പോസ്റ്റ് മോഡേണിസ്റ്റ്. അദ്ദേഹം ഒരു കനേഡിയൻ പൊളിറ്റിക്കൽ ഫിലോസഫർ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വേരിയസ് കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ് ആണ്. ഈ കമ്മീഷൻസ് ഏതൊക്കെ സബ്ജക്ട്സുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളതാണ് കറക്റ്റായി മാച്ച് ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. രാജ്മന്നാർ കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ആണ്. സർക്കാരിയ കമ്മീഷൻ സെന്റർ സ്റ്റേറ്റ് റിലേഷൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് കാക്ക കലേൽക്കർ കമ്മീഷൻ ഇസ് റിലേറ്റഡ് ടു ബാക്ക്വേർഡ് ക്ലാസസ്. ഇവിടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് കുറച്ച് മിസ്പ്ലേസ്ഡ് ആണ്. അതൊരു ടൈപ്പിംഗ് എറർ ആണ്. രാജ്മന്നാർ കമ്മീഷൻ ഇസ് റിലേറ്റഡ് ടു സെന്റർ സ്റ്റേറ്റ് റിലേഷൻ. സർക്കാരിയ കമ്മീഷൻ ഇസ് ഓൾസോ റിലേറ്റഡ് ടു സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ്. രാജ്മന്നാർ കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്. അന്നത്തെ 1969 DMK ഗവൺമെന്റ് ആണ് രാജ്മന്നാർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. And Kaka Kalelkar Commission is related to backward classes.
has not signed the agreement on SAARC Preferential Trading Agreement. സാർക്കിന്റെ ഒരു ട്രേഡിംഗ് എഗ്രിമെന്റ് ആണ് സാക്ക, പ്രിഫറൻഷ്യൽ ട്രേഡിംഗ് എഗ്രിമെന്റ്. സാർക്ക് കൺട്രീസിനിടയിൽ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു എഗ്രിമെന്റിന്റെ ലക്ഷ്യം. ഇതിൽ സിഗ്നറ്ററി അല്ലാത്തത് ഏത് രാജ്യമാണെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ മ്യാൻമർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, who among the following characterized bureaucracy as a rational legal authority? Max Weber ആണ് correct answer. According to Max Weber, there are 3 types of authority: legal, rational, charismatic and traditional authority. Legitimate authority അല്ലെങ്കിൽ legal authority ആണ് മാക്സ് വെബർ legal rational authority എന്ന് വിളിക്കുന്നത്. The first systematic classification, not a clarification, classification of government was given by Aristotle. Aristotle's classification of governments, 6 kinds of government ആണ് വരുന്നത്. പ്യുവർ ഫോംസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് മൊണാർക്കിയും അരിസ്റ്റോക്രസിയും പൊളിറ്റിയുമാണ്. പ്യുവർ അല്ലെങ്കിൽ നോർമൽ ഫോംസ്. അതിന്റെ തന്നെ ഇംപ്യൂർ വേർഷൻ അല്ലെങ്കിൽ പെർവേർട്ടഡ് വേർഷനെയാണ് ടിറണി എന്നും ഒളിഗാർക്കി എന്നും ഡെമോക്രസി എന്നും വിളിക്കുന്നത്. Who said Leninism is Marxism of the era of imperialism and of the proletarian revolution? ലെനിനിസത്തിന്റെ ഒരു ഡെഫിനിഷൻ ആണ്, ഈ ഒരു ഡെഫിനിഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സ്റ്റാലിൻ ആണ്. എന്റെ അഭിപ്രായത്തിൽ മാർക്സിസം മുന്നോട്ട് വെക്കുന്ന ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോളിറ്റേറിയൻ അല്ലെങ്കിൽ പ്രോളിറ്റേറിയൻ റെവല്യൂഷനെ നയിക്കുന്നത് അതിന്റെ ടാക്ടിക്സും തിയറിയും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് ലെനിനിസം ആണെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വെദർ നാഷണൽ പാർട്ടി, റീജിയണൽ പാർട്ടി ഓർ സ്റ്റേറ്റ് പാർട്ടി, അതാണ് കറക്റ്റായി മാച്ച് ചെയ്യാനുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു അംബ്രല്ല പാർട്ടിയാണ്. ഒരുപാട് എന്താ ഡൈവേഴ്സ് ആശയങ്ങളും ഡിഫറെന്റ് ക്ലാസ്സുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അംബ്രല്ല പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടാണ് ഇന്റർനാഷണൽ കോൺഗ്രസിനെ അറിയപ്പെടുന്നത്. ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പാർട്ടി ആയിട്ടാണ്. തെലുഗു ദേശം പാർട്ടി ഇസ് എ റീജിയണൽ പാർട്ടി വിച്ച് ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. Then Kerala Congress ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് is a national party. ഇന്റർനാഷണൽ മൂവ്മെന്റിൽ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇതിന് ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മിന്റോ മോർലെ റിഫോംസ് കൊണ്ടുവരുന്നത് 1909-ലാണ്. മുണ്ടേക്കു ചെംസ്ഫോർഡ് റിഫോംസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1919-ലാണ്. Then Simon Commission was appointed in 1927 and Cripps Mission was appointed in 1942. Which of the following is mainly associated with Panchayati Raj in tribal areas? ട്രൈബൽ ഏരിയാസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയാസിൽ കൂടി പഞ്ചായത്തി രാജ് സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ദിലീപ് സിംഗ് ഗുരിയ കമ്മിറ്റിയാണ്. 1995-ലാണ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മുനിസിപ്പാലിറ്റി എക്സ്റ്റൻഷനും ആവശ്യമാണ്, അതുപോലെ തന്നെ പഞ്ചായത്ത് എക്സ്റ്റൻഷനും ആവശ്യമാണ് എന്നാണ് ഈ ഒരു കമ്മിറ്റി പറഞ്ഞത്. ഇതിലൂടെ 73rd and 74th അമെൻമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യണം, ഈ ഷെഡ്യൂൾഡ് ഏരിയാസിലും കൂടി അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസിലും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ബുക്സ് ആൻഡ് ഓതേഴ്സിനെയാണ് കറക്റ്റായി മാച്ച് ചെയ്യേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻസിലെ കറക്റ്റ് ആൻസർ E.H. കാറിൻ്റെതാണ് ദ 20-year ക്രൈസിസ് എന്നുള്ള വർക്ക്. ദെൻ കൊഹൈൻ്റെതാണ് ന്യൂ റിയലിസം ആൻഡ് എസ്തെറ്റിക്സ്. ജോൺ മിയർ ഷിമറിൻ്റെതാണ് ദ ട്രാജഡി ഓഫ് ഗ്രേറ്റ് പവർ പൊളിറ്റിക്സ് എന്നുള്ള വർക്ക്. സക്കേറിയുടേതാണ് വെൽത്ത് ടു പവർ എന്നുള്ള. Therefore option C is the correct answer.
അടുത്ത ക്വസ്റ്റ്യൻ, who of the following said that God has appeared to him in prison, placed the Gita in his hands and made him realize the simple truths of Sanatana Dharma? അതായത് അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് ദൈവം പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭഗവത്ഗീത നൽകുകയും സനാതന ധർമ്മത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇത് അരബിന്ദോ ഘോഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ സാവിത്രി എന്ന വർക്കിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, since Indians wish to unite and develop a common culture, it is bounden duty of all citizens to honor Hindi as their language. Any Indian who does not accept this proposal has no right to be an Indian. ഹിന്ദി എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും ഒരു കോമൺ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് BR അംബേദ്കർ ആണ്. Who described Indian society as a political society? Correct answer, രജനി കോത്താരി ആണ്. ഇന്ത്യൻ സ്കോളറും റൈറ്ററും പൊളിറ്റിക്കൽ തിങ്കറുമായ രജനി കോത്താരി ആണ് ഇന്ത്യൻ സൊസൈറ്റി എ പൊളിറ്റിക്കൽ സൊസൈറ്റി എന്ന് വിശേഷിപ്പിച്ചത്. Which one of the following countries is not a member of BIMSTEC, started in 1997? Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation എന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ 7 സൗത്ത് ഏഷ്യൻ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ബിംസ്റ്റെക്കിന്റെ മെമ്പർ അല്ലാത്തത് ചൈനയാണ്. ബിംസ്റ്റെക്കിന്റെ മെമ്പേഴ്സ് ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ, ശ്രീലങ്ക, തായ്ലൻഡ്, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. What is not true about ASEAN? It stands for Strategic Cooperation at Regional Level. ASEANന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. To accelerate economic growth, social progress, cultural development, to promote regional peace and stability, respect for justice and rule of law, to encourage active collaboration and mutual assistance on matters of common interest, economic, social, cultural, technical, scientific, and administrative fields. Strategic cooperation എന്നുള്ളത് ASEANന്റെ ഒബ്ജക്റ്റീവ് അല്ല. Therefore, option B is the correct answer. Operation Enduring Freedom 2001 is related to യുഎസിന്റെ കൗണ്ടർ ടെററിസ്റ്റ് മിഷനെയാണ് ഒഫീഷ്യലി ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് താലിബാൻ റെജീമിനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായും എവിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Who defined non-alignment as a policy of keeping out of alliances? ജോർജ് വാസൻബർഗർ എന്ന ഫിലോസഫർ ആണ് നോൺ അലൈൻമെന്റിന്റെ പോളിസി ഓഫ് കീപ്പിംഗ് ഔട്ട് ഓഫ് അലയൻസസ് എന്ന് വിശേഷിപ്പിച്ചത്. Who of the following gave the idea of saintly idiom in Indian politics? കറക്റ്റ് ആൻസർ മോറിസ് ജോൺസ് ആണ്. മോറിസ് ജോൺസിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സിന് 3 ലാംഗ്വേജസ് ഉണ്ട്. 3 ഇഡിയംസ് അല്ലെങ്കിൽ 3 ലാംഗ്വേജസ്. മോഡേൺ ലാംഗ്വേജ്, ട്രഡീഷണൽ ലാംഗ്വേജ് ആൻഡ് സെയിന്റ്ലി ലാംഗ്വേജ് അല്ലെങ്കിൽ സെയിന്റ്ലി ഇഡിയം. മോഡേൺ ഇഡിയം അല്ലെങ്കിൽ മോഡേൺ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഭാഷയെയാണ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജിനെയാണ്. ട്രഡീഷണൽ ഇഡിയം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള സാധാരണക്കാരുടെ വില്ലേജേഴ്സിന്റെ ഒക്കെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ഭാഷയെയാണ്. സെയിന്റ്ലി ഇഡിയം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫിലോസഫേഴ്സ് ആയിട്ട് മഹാത്മാഗാന്ധിയുടെ, വിനോബ ഭാവയുടെ ഒക്കെ അവരുടെ പൊളിറ്റിക്സിനെ, അവരുടെ ഫിലോസഫീസിനെയാണ് സെയിന്റ്ലി ഇഡിയം എന്ന് മോറിസ് ജോൺസ് വിളിക്കുന്നത്. സെയിന്റ്ലി ഇഡിയം എന്ന വേർഡ് യൂസ് ചെയ്തത് ഇന്ത്യൻ പൊളിറ്റിക്സ് സെയിന്റ്ലി ഇഡിയം എന്ന വേർഡ് അല്ലെങ്കിൽ ഐഡിയ കൊണ്ടുവന്നത് മോറിസ് ജോൺസ് ആണ്. ആർട്ടിക്കിൾസും അതിന്റെ
പ്രൊവിഷൻസുമാണ് കറക്റ്റായി മാച്ച് ചെയ്യേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 359 ഡീൽസ് വിത്ത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. പ്രസിഡന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് ഡ്യൂറിംഗ് വാർ അല്ലെങ്കിൽ ആംഡ് റെബല്യൻ ഓർ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്. ആർട്ടിക്കിൾ 312 ഡീൽസ് വിത്ത് ഓൾ ഇന്ത്യ സർവീസസ്. 280 ഡീൽസ് വിത്ത് ഫിനാൻസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 360 deals with financial emergency. The idea of integral yoga in Indian political thought was introduced by Aurobindo Ghosh. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കും കൂടിയാണ് ഇന്റഗ്രൽ യോഗ. He was dedicated to develop a better human with help of integral yoga. The idea of integral yoga was related to rejuvenation of human soul. ഒരു സെൽഫ് പെർഫെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, റിയലൈസേഷനിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളതാണ് ഇന്റഗ്രൽ യോഗ എന്ന കോൺസെപ്റ്റ് അദ്ദേഹം പറയുന്നത്. Assertion says that comparative politics is a systematic study of world's political system and their comparison, which is obviously correct. The reason says that it seeks to explain the differences and similarities among number of political system. Different political system ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ഡിഫറൻസസും സിമിലാരിറ്റീസും ഒക്കെ കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ് പഠിക്കുന്നുണ്ട്. Therefore, option A is the correct answer. Both A and R are true, and R is the correct explanation of A. Who among the following gave the idea of new socialism? New socialism എന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് റാം മനോഹർ ലോഹിയ എന്ന ഇന്ത്യൻ പൊളിറ്റിക്കൽ തിങ്കർ ആണ്. He was critical of European concept of socialism. He believed that it is not correct for Indian society. അങ്ങനെ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ന്യൂ നോഷൻ ഓൺ സോഷ്യലിസം ആണ് ന്യൂ സോഷ്യലിസം എന്ന് പറയുന്നത്. Introduction to the study of law of the constitution is a work of A.V. Dicey. A.V. Diceyയുടെ വർക്കാണ് Introduction to the study of the law of the constitution. 1885 published ചെയ്യുന്നത്. This work has been selected by scholars as being culturally important. It is part of the knowledge base of civilization as we know it. A.V. Dicey ഒരു ബ്രിട്ടീഷ് ജുറിസ്റ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ തിയറിസ്റ്റുമാണ്. അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ UK-യുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. Next question. Who among the following called Machiavelli's Prince the great and true conception of a real political genius with the highest and noblest purpose? അപ്പോൾ മാക്കിവെല്ലിയുടെ പ്രിൻസ് എന്ന വർക്കിന് റെപ്രൈസൽ ആണ്. അപ്പൊ ഇത് നൽകുന്നത് ഹെഗൽ ആണ്. Hegel said that Machiavelli is a man of genius who saw the need for uniting a chaotic collection of small and feeble principalities into a coherent whole. He also stated that the march of world history stands outside virtue, vice, and justice. Who argued that realism is likely to remain the single most useful instrument in our intellectual toolbox? Correct answer, Stephen Walt ആണ്. അദ്ദേഹം പറയുന്നത് even in the post-Cold War period, realism is likely to remain the single most useful instrument in our intellectual toolbox. The Cold Warന്റെ ഒരു പീരീഡിൽ മാത്രമല്ല, കോൾഡ് വാറിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ഈവൻ ആഫ്റ്റർ കോൾഡ് വാർ റിയലിസം എന്ന ഐഡിയോളജിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വേൾഡ് പൊളിറ്റിക്സിനെ മനസ്സിലാക്കാൻ റിയലിസത്തോളം എഫിഷ്യന്റ് ആയിട്ടുള്ള, റിയലിസത്തോളം കറക്റ്റ് ആയാൽ അനുയോജ്യമായിട്ടുള്ളൊരു ഐഡിയോളജി ഇല്ല എന്നുള്ളതാണ് സ്റ്റീഫൻ വോൾട്ട് പറയുന്നത്. Which of the following rejected the differences between interest groups and pressure groups? Interest groupsന്റെയും പ്രഷർ ഗ്രൂപ്പ്സിന്റെയും ഡിഫറൻസുകളെ റിജക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സും പ്രഷർ ഗ്രൂപ്പ്സ് ആർ സെയിം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ജെയിംസ് കോൾമൻ ആണ്. അദ്ദേഹം പറയുന്നത് പ്രഷർ ഗ്രൂപ്പ്സും
അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സും തമ്മിൽ ഒരു ഡിഫറൻസസും ഇല്ല എന്നാണ്. പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോമൺ ഇൻട്രസ്റ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഫോം ചെയ്യുന്നൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അവർ പ്രഷർ ടാക്ടിക്സ് ഉപയോഗിക്കാറുണ്ട് ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു 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 ഇൻട്രസ്റ്റ് ഒരു ആവശ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അവർ പീസ്ഫുൾ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കാറ്, ഫയേഴ്സ് പ്രാക്ടീസസ് ഉപയോഗിക്കാറില്ല. ഈ ഒരു ഡിഫറൻസിനെ റിജക്ട് ചെയ്തതാണ് ജെയിംസ് കോൾനി. The book Philosophy of History was written by Hegel. Philosophy of History is one of the most famous works of Hegel. History is the result of ideas എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന്റെ ഈ ഒരു വർക്കിൽ ഹെഗൽ മുന്നോട്ട് വെക്കുന്ന ഒരു ഫണ്ടമെന്റൽ ആർഗ്യുമെന്റ്. The ordinance making power of President of India is enshrined in Article 123. Ordinance മൂവ് ചെയ്യാനുള്ള ഇഷ്യൂ ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ പവർ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ 123. Which one of the statement is not correct in respect of Aristotle? അരിസ്റ്റോട്ടലിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അരിസ്റ്റോട്ടൽ സ്ലേവറിയെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള കാരണം അത് സ്ലേവ്സിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. സ്ലേവ്സിനെ അതൊരു രീതിയിലും ബെനിഫിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. അതാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അരിസ്റ്റോട്ടിൽ സ്ലേവറിയെ സപ്പോർട്ട് ചെയ്തിരുന്നു, അതിനെ ജസ്റ്റിഫൈ ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ഓണറിന് അല്ലെങ്കിൽ ഒരു മാസ്റ്ററിന് പ്രോപ്പർട്ടി പോലെയാണ് സ്ലേവ്സ് എന്നാണ്. Slaves are considered necessary because they provide pleasure that was most essential for the welfare of the state. Aristotle stated that slavery benefited the slaves as well. Slavesiനെയും slavery benefit ചെയ്തു എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇവിടെ ഓപ്ഷനിൽ പറയുന്നത് it doesn't secure the best condition എന്നാണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷനിൽ പറയുന്നത്. Because by being a slave, he would be able to share the virtues of the master and elevate himself. അതായത് മാസ്റ്ററിനുള്ള സ്ലേവിന്റെ ഓണറിനുള്ള ലഭിക്കുന്നതൊക്കെ അതിന്റെ വെർച്യൂസിന്റെ ഒരു ഭാഗം സ്ലേവ്സിനും ലഭിക്കും എന്നാണ് പറയുന്നത്. ആ രീതിയിൽ സ്ലേവറി സ്ലേവ്സിന് ബെനിഫിഷ്യൽ ആണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. Which of the following is related to 61st Constitutional Amendment Act? Correct answer option D, lowering of voting age ആണ്. 1988 61st Constitutional Amendment ആക്ടിലൂടെയാണ് 18 വയസ്സിൽ നിന്ന് 21 വയസ്സിൽ നിന്ന് 18 വയസ്സായിട്ട് വോട്ടിംഗ് ഏജ് റെഡ്യൂസ് ചെയ്യുന്നത് ഈ 61st Constitutional Amendment ആക്ടിലൂടെയാണ്. Which of the following articles cannot be suspended during national emergency? എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ഫണ്ടമെന്റൽ എന്താണ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ആർട്ടിക്കിൾ 21 എന്ന ആർട്ടിക്കിൾ 20 ആണ്. Article 21 of the Constitution cannot be suspended during emergency because it states that no person shall be deprived of his life or personal liberty. Right to life and personal liberty on Article 21. And Article 20 safeguard person from certain right of accused from conviction. അതായത് ഒരു പ്രിവെയിലിംഗ് ലോയിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഒരു വ്യക്തിയെയും പണിഷ് ചെയ്യാൻ കഴിയില്ല. Who among the following thinkers rejected Aristotle? Aristotle റിജക്ട് ചെയ്തത് ഹോബ്സ് ആണ്. Hobbes' critique of Aristotle consists of two main lines of argument, one moral, political, and the other metaphysical. ഈ രണ്ട് ഗ്രൗണ്ട്സിലുമാണ്, ഈ രണ്ട് ഫിലോസഫീസിന്റെ ബേസിസിലുമാണ് ഹോബ്സ്
അരിസ്റ്റോട്ടലിനെ റിജക്ട് ചെയ്തത്. Who put forward the 4P formula of departmental organization? 4Ps മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലൂതർ ഗുള്ളിക്കാണ്. ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കുന്ന 4 കാര്യങ്ങൾ. 4Ps: പർപ്പസ്, പ്രോസസ്, പേഴ്സൺ ആൻഡ് പ്ലേസ്. Assertion reason question ആണ്. Assertion says that the concept of power should be vanished from the study of international relations. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പവറിനെ ഒരിക്കലും ഇന്റർനാഷണൽ റിലേഷൻസിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ആൻഡ് ദ റീസൺ സീസ് ദാറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് പവർ ഇസ് ഫുൾ ഓഫ് ആംബിഗ്വിറ്റീസ്. അത് കറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പവർ എന്നുള്ള കോൺസെപ്റ്റ് ഒരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടൊരു ടേം ആണ്, കൺഫ്യൂസിംഗ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്. Therefore, reason is correct. A is false and R is true. Option D is the correct answer. അടുത്തതും ഒരു assertion reason question ആണ്. In assertion, equality as used in the preamble includes equality of status and opportunity. In reason, establishing a liberal society was an aim of preamble. So preamble ഉള്ള keywords എല്ലാ പ്രിൻസിപ്പിൾസും നമുക്ക് ഫെമിലിയർ ആണ്. പ്രിയാമ്പിളിൽ പറയുന്നത് ഇക്വാളിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്യുന്നത്. അസേർഷൻ ഇസ് കറക്റ്റ്. ആൻഡ് റീസൺ പറയുന്നത് ഒരു ലിബറൽ സൊസൈറ്റി ബിൽഡ് ചെയ്യുക അല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പ്രിയാമ്പിളിന്റെ എയിം എന്നാണ് പറയുന്നത്. സോ അത് ഇൻകറക്റ്റ് ആണ്. അങ്ങനെ ഒരു ലിബറൽ എന്ന വേർഡ് പോലും പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഫോർ എ ഇസ് ട്രൂ ആൻഡ് ആർ ഇസ് ഫാൾസ്. According to Article 25 of the Charter of the United Nations, United Nations in the Charter, Article 21 ഏതാണ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. യൂസ് ഓഫ് ഫോഴ്സ് ഇസ് അലൗഡ് ഫോർ സെൽഫ് ഡിഫെൻസ്. അതായത് രാജ്യങ്ങൾക്ക് അവരുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ സുവർണിറ്റിക്ക് ഏതെങ്കിലും തരത്തിലൊരു ത്രെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് ഡിഫെൻസിനായിട്ട് ഫോഴ്സ് ഉപയോഗിക്കാം എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Effective communication as a basic requirement for the attainment of organizational goals is advocated by Chester Burnham. ഒരു ഓർഗനൈസേഷൻ അതിന്റെ പർപ്പസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്നാണ് ചെസ്റ്റർ ബെർണാർഡ് പറയുന്നത്. ഒന്നെങ്കിൽ എന്താണ് ത്രൂ ലാംഗ്വേജ് അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്നാണ് ബെർണാർഡ് പറയുന്നത്. The author of Arctic Home of Vedas is Bal Gangadhar Tilak. 1903 Bal Gangadhar Tilak പബ്ലിഷ് ചെയ്ത വർക്കാണ് ആർട്ടിക് ഹോം ഓഫ് വേദാസ് എന്നുള്ളത്. ഇതിൽ അദ്ദേഹം ആര്യൻ പീപ്പിളിന്റെ ഒറിജിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആര്യൻ റേസ് അല്ലെങ്കിൽ ആര്യൻ പീപ്പിൾ ഒറിജിനേറ്റ് ചെയ്തത് ആർട്ടിക് റീജിയനിൽ നിന്നാണ്. ഒരു പിന്നീട് ഇന്ത്യയിലേക്ക് വന്നതാണെന്നാണ് തിലക് പറയുന്നത്. Given below are two statements, one labeled as assertion, the other labeled as reason. Again, a assertion reason question ആണ്. Assertion says that Marxism doesn't give a proper theory of international relations. True. മാർക്സിസത്തിന്റെ ഒരു ടെനൻസിലും ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് പറയുന്നില്ല. മാർക്സിസം വാണ്ട്സ് ടു ക്രിയേറ്റ് എ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. അതും കറക്റ്റ് ആണ്. മാർക്സിസത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. So both the statements are correct and R is the correct explanation of A. Ambedkarne കുറിച്ചുള്ള ഒരു assertion reason question ആണ്. Ambedkar attacked the caste system as thoroughly impracticable, harmful and miserable failure as a basic social organization. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പരാജയമാണെന്നും അത് ഇംപ്രാക്ടിക്കബിൾ ആണ്, ഹാർംഫുൾ ആണ് എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഹി വാസ് അഗെയിൻസ്റ്റ് കാസ്റ്റ് സിസ്റ്റം. സോ ഇറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫോർ അംബേദ്കർ ദ ടേം ഹിന്ദു സൊസൈറ്റി ഇസ് എ myth.
ഹിന്ദു സൊസൈറ്റി എന്നുള്ളത് ഒരു മിത്താണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന ബുക്കിലാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് about Hindu society. Both the statements are correct, but R is not the correct explanation of A. Assertion അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. റീസണിൽ അദ്ദേഹം ഹിന്ദു സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, who said that political theory includes political system and political philosophy? പൊളിറ്റിക്കൽ സിസ്റ്റമും പൊളിറ്റിക്കൽ സയൻസും പൊളിറ്റിക്കൽ ഫിലോസഫിയും ചേരുന്നതാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞത് ജോർജ് കാറ്റ്ലിൻ ആണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ തിയറി വാട്ട് ഇസ് ഇറ്റ് എന്നൊരു ഫേമസ് ബുക്കിലാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്രിക്കൻ യൂണിയൻ വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ. ആഫ്രിക്കൻ യൂണിയൻ എന്ന ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തത് 2002 ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി എന്ന ഓർഗനൈസേഷന്റെ സക്സസർ ഓർഗനൈസേഷൻ ആയിരുന്നു ആഫ്രിക്കൻ യൂണിയൻ. 55 മെമ്പേഴ്സ് ആണ് നിലവിൽ ആഫ്രിക്കൻ യൂണിയന് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ കോംപ്രഹെൻഷൻ. ഈ പാസേജ് വായിച്ചിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇത് ഡിമോണിറ്റൈസേഷനെ കുറിച്ചുള്ളൊരു പാസേജ് ആയിരുന്നു. So let's go to the first question. Which of the following is one of the main objectives of demonetization of 500 and 1000 coins? The passage വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Option C is the correct answer. To bring the hoarders of money into taxman's radar. The author of the passage is referring to what with the phrase stashed under the mattress. Stashed under the mattress in the term ഈ ഒരു പാസേജിൽ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് മണിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇല്ലീഗൽ മണിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. Which of the following is incorrect regarding demonetization in India? ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. Income tax authorities will not be authorized to look into bank account details of the hoarder of black money. അത് ഇൻകറക്റ്റ് ആണ്. Income tax authorities will be authorized. According to the author of the passage, the demonetization move is only helpful when black money is kept in the form of high value currency not of the specified denomination. Black money is ഒരു ഹൈ വാല്യൂ ഉള്ള ഒരു കറൻസിയുടെ രൂപത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിമോണിറ്റൈസേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത്, അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് ഗവൺമെന്റിന് പ്രയോജനം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. Other than the issue of black money, which of the following issues being addressed by demonetization step? Black money ഡിമോണിറ്റൈസേഷൻ അഡ്രസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ടൊരു ഇഷ്യൂ ഏതാണ് എന്നാണ്. അതായത് ബ്ലാക്ക് മണിയുടെ ഇഷ്യൂ അല്ലാതെ മറ്റേതൊരു എന്തിനെയാണ് ഡിമോണിറ്റൈസേഷൻ അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻക്രീസ് ഇൻ ദി സർക്കുലേഷൻ ഓഫ് കൗണ്ടർഫെയ്റ്റ് കറൻസി ഇൻ ഇന്ത്യ. വ്യാജ കറൻസികൾ കണ്ടെത്തുക എന്നുള്ളതും കൂടിയിട്ട് ഡിമോണിറ്റൈസേഷന്റെ ഒരു ലക്ഷ്യമാണ്. അതാണ് സർക്കുലേഷൻ ഓഫ് കൗണ്ടർഫെയ്റ്റ് കറൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെമോക്രസിയെ കുറിച്ചും ഹ്യൂമൻ ഡെവലപ്മെന്റിനെ കുറിച്ചും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ പറയുന്ന, അതിനെ എംഫസൈസ് ചെയ്യുന്ന ഒരു കോംപ്രഹെൻഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. So let's go to the first question. According to the passage, democracy cannot be sustained in a country without education and skill development. Education, skill development ഇല്ലാതെ ജനാധിപത്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. An empowered intellectual leadership involved multi-dimensional intelligence,
It is clearly stated in the passage that in a democratic country, the leadership should be intellectual, empowered by multi-dimensional intelligence. Intelligence അല്ലെങ്കിൽ intellect എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകരുത്, മറിച്ച് മൾട്ടി ഡയമെൻഷനിൽ ആവുക. അങ്ങനെയാണ് ഒരു ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു എംപവേർഡ് ലീഡർഷിപ്പ് ഉണ്ടാകുന്നത് എന്നാണ് പാസേജ് പറയുന്നത്. According to the passage, in a country, economic development is driven by knowledge and innovation. Knowledge and innovationsലൂടെയാണ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിലൂടെയൊക്കെയാണ് economic development ഉണ്ടാകുന്നത്. The youth of India is being taught to learn which of these dimensions of intelligence. So multi-dimensional intelligence ആണ് വേണ്ടത് എന്ന് പാസേജ് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള യൂത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ഡയമെൻഷൻസ് ഓഫ് ഇന്റലിജൻസ് ആണ് നേടേണ്ടത് എന്നാണ് ചോദ്യം. ഇമോഷണൽ ഇന്റലിജൻസ്, സോഷ്യൽ ഇന്റലിജൻസ്, സോഷ്യൽ ആൻഡ് മോറൽ ഇന്റലിജൻസ്, സ്പിരിച്വൽ ഇന്റലിജൻസ്, എൻവയോൺമെന്റൽ ആൻഡ് ഇന്നോവേഷണൽ ഇന്റലിജൻസ്. ഇതെല്ലാം ആവശ്യമാണ് എന്നാണ് പാസേജ് പറയുന്നത്. അതിനെയാണ് മൾട്ടി ഡയമെൻഷൻ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. The 21st century education system believes in imparting knowledge. The 21st century education system believes in imparting knowledge on the basis of sex discrimination. Passage in the first paragraph, the last sentence il parayunnathu knowledge is gender neutral എന്നാണ്. മറ്റേത് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 21st സെഞ്ചുറിയിലാണ് ഏറ്റവും കൂടുതൽ ജെൻഡർ ഇനീക്വാളിറ്റീസ് അഡ്രസ് ചെയ്യുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും. therefore ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആകുന്നത്. ആ ഒരു പാസേജ്, ആ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സോ ദിസ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദി 100th ക്വസ്റ്റ്യൻ. സോ എല്ലാവർക്കും ഈ ഒരു മോക്ക് ടെസ്റ്റ് ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഓൾ ഫോർ ലിസണിങ്. താങ്ക് യു.